മനുഷ്യനിൽ ആശ്രയിച്ചത് മുഖേന ഉണ്ടായിരുന്ന സമാധാനവും സന്തോഷവും കൂടെ നശിച്ചുപോയ അവസ്ഥയിലായിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളെ സഹായിപ്പാൻ യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. വചനം പറയുന്നത്, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഏത് ബുദ്ധിമുട്ടും ഞെരുക്കവും ഉള്ള അവസ്ഥയായാലും നേരോടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ദയയും പരിപാലനവും അവർക്കുണ്ടാകും. നിങ്ങളുടെ ആശ്രയം ദൈവത്തിലല്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കുക. കർത്താവിൽ ആശ്രയിക്കുന്ന ആരെയും ഇതുവരെ ലജ്ജിപ്പാൻ അവൻ അനുവദിച്ചിട്ടില്ല. ആരും താങ്ങാനില്ലാതെയും രക്ഷിപ്പാനില്ലാതെയും ഭാരപ്പെടുമ്പോൾ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഇനി മുതൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങുവാൻ തുടങ്ങുന്നു. നിങ്ങളിനി ആരുമില്ലാത്തവരല്ല. ഇനി മുതൽ നിങ്ങൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത ദിനങ്ങൾ ആഗതമായിരിക്കുന്നു. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നവർ ആമേൻ എന്ന് കമൻറ്റ് ചെയ്യുക.